പാലപ്പിള്ളി എലിക്കോട് ആദിവാസി നഗറിനു സമീപം സെപ്റ്റിക് ടാങ്കിൽ വീണ കാട്ടാന ചരിഞ്ഞു. ആളില്ലാത്ത വീട്ടിലെ ടാങ്കിലാണ് കാട്ടാന വീണത്. വ്യാഴാഴ്ച രാവിലെ 8 മണിയോടെ നാട്ടുകാരാണ് കാട്ടാനക്കുട്ടി സെപ്റ്റിക് ടാങ്കിൽ വീണത് കണ്ടത്. തുടർന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരമറിയിക്കുകയായിരുന്നു. 2.5 മണിക്കൂറോളം രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും ആനയെ രക്ഷിക്കാനായില്ല. JCB ഉപയോഗിച്ച് കല്ലും മണ്ണുമൊക്കെ മാറ്റിയിരുന്നു. എന്നാൽ 11:30യോടെ ആനയുടെ അനക്കം നിലച്ചു. വെറ്റിനറി ഡോക്ടർ OB മിഥുനാണ് ആന ചെരിഞ്ഞതായി സ്ഥിരീകരിച്ചത്. പാലപ്പിള്ളി റേഞ്ച് ഫോറസ്റ്റ് അധികൃതർ, വനം വകുപ്പ് ഡോക്ടർമാരുടെ സംഘം, RRT ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിരുന്നു. രാത്രിയിൽ കാട്ടാനക്കൂട്ടത്തിനൊപ്പമുണ്ടായിരുന്ന കുട്ടിക്കൊമ്പൻ ആളൊഴിഞ്ഞു കിടന്ന വീടിന് തൊട്ടടുത്തുള്ള സെപ്റ്റിക് ടാങ്കിൽ വീഴുകയായിരുന്നു. വീഴ്ചയിൽ ആന്തരിക അവയവങ്ങൾക്കേറ്റ ക്ഷതമാണ് ആന ചെരിയാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഇനി മലർന്നു വീണതാണ് ഒരു പക്ഷേ അല്ലേ? പെട്ടെന്ന് എങ്ങനെ വീണാലും അതിന് ഇഞ്ചുറി ഉണ്ടായിരിക്കും. നമ്മൾ കിടക്കുന്ന സൈഡ് നെഞ്ച് ബാക്ക് മുത്തിട്ടാണ് കിടക്കുന്നത്. അതിന്റെ ക്ഷതം അതിന് പറഞ്ഞ സെർവിക്കൽ ഇഞ്ചുറി ഉണ്ടായിരിക്കാം, ഉള്ളിൽ എങ്ങനെ ഇഞ്ചുറി ഉണ്ടായിരിക്കും. പിന്നെ ബാക്കി നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്തതിനു ശേഷം ഉള്ളിലതപ്പം ചെളി കയറിയിട്ടുണ്ട്, അതൊക്കെ നമ്മൾ സ്ഥിരീകരിക്കും. ഒരു തരത്തിലും അത്രയും പരമാവധി എല്ലാ ശ്രമങ്ങളും നമ്മൾ നടത്തിയിട്ടുണ്ട്. ഇവിടെ ചെറിയ ബ്രഞ്ച് ഉണ്ടാക്കിയിട്ട് കയറ്റാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. അത് തന്നെയാണ്